ഈശോയിൽ സ്നേഹമുള്ളവരെ, നീതിമാന്റെ ന്യായപ്രമാണങ്ങളെക്കാൾ നിഷ്കളങ്കന്റെ നെടുവീർപ്പുകൾക്ക് കാതോർക്കുന്ന പാപികളുടെ പക്ഷം പിടിക്കുന്ന ദൈവകരുണയുടെ വ്യത്യസ്തതയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അധികാരവും ആൾബലവും ആഡംബരവുമൊക്കെ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ദാരിദ്ര്യവും കഴിവുകേടും ഉപേക്ഷയും ആർദ്രതയുമൊക്കെ ഈശോ സൗഭാഗ്യങ്ങൾ എന്ന് വാഴ്ത്തുന്നത്. സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കപ്പെട്ട ശിഷ്യന്മാർ തങ്ങൾ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും പിശാചുക്കളുടെ മേൽ ആധിപത്യം നേടിയതിനെക്കുറിച്ചുമെല്ലാം ആവേശപൂർവം വർണ്ണിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടതോർത്ത് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, മറിച്ച് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടതിനെയോർത്ത് ആഹ്ലാദിക്കുവിൻ. കർത്താവേ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും അങ്ങേ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നാണ് അവിടുന്ന് പറയുന്നത്. ചെയ്ത നിരവധി നന്മകളെക്കുറിച്ചല്ല, ഇനിയും കൈവിടാൻ കഴിയാത്ത സുഖവഴികളെക്കുറിച്ച്, ഇനിയും അവനവനുള്ള കുറവുകളെക്കുറിച്ച് തിരിച്ചറിയാനാണ് നിത്യജീവിതത്തെ കാക്ഷിക്കുന്ന ഓരോരുത്തരോടും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നത്. സാമാന്യ ബുദ്ധിയും യുക്തിയുമുള്ള മനുഷ്യപ്രകൃതിക്ക് മനസ്സിലാകുന്നതായിരുന്നില്ല യേശുവിന്റെ പ്രബോധനങ്ങൾ. സഹനങ്ങളെ അനുഗ്രഹങ്ങളായി കരുതുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒഴിവാക്കേണ്ടവയാണ് എന്ന് ധരിക്കാത്ത വിശാല വഴികളേക്കാൾ പ്രയോജനപ്രദം ഊടുവഴികളാണ് എന്ന് പഠിപ്പിക്കുന്ന, കാണാതെ പോയ ഒരു ആട്ടിൻകുഞ്ഞിനു വേണ്ടി കൈവശമുള്ള 99നെയും വിട്ടുകളയാൻ മടിയില്ലാത്ത, ഉടുതുണി പോലുമില്ലാതെ നിസ്സഹായതയിൽ മരിക്കുമ്പോഴും എല്ലാം പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുന്ന ക്രിസ്തുയുക്തി നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നാം ക്രിസ്ത്യാനികൾ ആകുന്നത്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷ സൗഭാഗ്യങ്ങളെ സ്വന്തമാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു.